നമസ്തേ. ഇന്ന് നമുക്ക് ഒന്നാം ഭാവത്തിൽ, അതായത് ലഗ്നഭാവത്തിൽ, ലഗ്നത്തിൻ്റെ പ്രാധാന്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ലഗ്നം വെച്ച് തന്നെയാണ് എല്ലാം തീരുമാനിക്കുന്നത്. പ്ലസ് ദശ, ലഗ്നം ലഗ്നാധിപന്റെ ശുഭത്വം ഫലം, അതിനനുസരിച്ചായിരിക്കും ജീവിതം. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധനമാണ് എല്ലാം തീരുമാനിക്കപ്പെടുക. ധനം ഏറ്റവും കൂടുതൽ വരണമെങ്കിൽ ശുഭത്വം ലഗ്നത്തിന് വരണം. ലഗ്നത്തിൻ്റെ ശുഭത്വത്തിന് അനുസരിച്ചാണ് നമ്മൾ 1,00,000 സമ്പാദിക്കുകയോ 10,00,000 സമ്പാദിക്കുകയോ കോടികൾ ഉണ്ടാക്കുകയോ, അല്ലെങ്കിൽ ധനമില്ലാതെ പിച്ചക്കാരനാവോ, അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ചിരിക്കുകയോ, നമുക്ക് ചലനങ്ങളില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണോ, ബന്ധനമാണോ, മനസ്സിന് ദുഃഖമുള്ളവനാണോ, മനസ്സിന് സുഖമുള്ളവനാണോ, എല്ലാം തീരുമാനിക്കുന്നത് ലഗ്നമാണ്. ലഗ്നത്തിൻ്റെ ശക്തിക്ക് അനുസരിച്ചാണ് എല്ലാം തീരുമാനം. ഇപ്പം ലഗ്നത്തിൻ്റെ ശക്തിക്ക് അനുസരിച്ചാണ് ഗോചരവശാലുള്ള അഷ്ടമശനി, ജന്മശനി പോലുള്ള ദോഷങ്ങൾ വരെ. ലഗ്നശക്തിയും ചന്ദ്രൻ്റെ ബലവും, ചന്ദ്രൻ്റെ ശുഭത്വം, ചന്ദ്രൻ എത്ര ബലവാനാണോ അതിനനുസരിച്ചായിരിക്കും അഷ്ടമശനി, ജന്മശനിയൊക്കെ നമ്മളെ ബാധിക്കുക. അതേപോലെ തന്നെയാണ് ലഗ്നത്തിൻ്റെ ഫലം വളരെ പ്രധാനമാണ്. അപ്പം ലഗ്നത്തിൽ ഓരോ ഗ്രഹങ്ങളും നിന്നാലുള്ള ഫലം എന്ന് പറയുന്നത്, ലഗ്നത്തിൽ ആരൊക്കെ നിൽക്കാമെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശുഭത്വം ഉണ്ടായിരിക്കണം ലഗ്നത്തിന്. ശുഭത്വം എന്ന് പറയുന്നത് ഇപ്പം മുഹൂർത്തം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മുഹൂർത്തം ഇതിൽ വന്നിട്ട് പാപന്മാർ നിൽക്കുന്ന മുഹൂർത്തം എടുക്കില്ല നമ്മൾ. ചൊവ്വ, ശനി, രാഹു, അതുപോലെ അങ്ങനെയുള്ള രാശികൾ, സൂര്യചന്ദ്രന്മാരൊന്നും വരണത് നമ്മൾ എടുക്കില്ല. സൂര്യനൊന്നും വരണത് നമ്മൾ എടുക്കില്ല. ശുഭഗ്രഹങ്ങൾ കുഴപ്പമില്ല. ശുഭഗ്രഹങ്ങൾ ആരൊക്കെയാണ്? ശുഭഗ്രഹങ്ങൾ പൂർണ്ണമായും ഗുരുവാണ്. പൂർണ്ണ ശുഭൻ ഗുരുവാണ്. അതിനൊത്ത ശുഭനാണ് പൗർണമി ചന്ദ്രൻ, അല്ലെങ്കിൽ അതൊരുനേക്കാളൊരു പൊടി എന്ന രീതിയിലാണ് പൗർണമി ചന്ദ്രൻ. കാര്യം അതൊരു മാസത്തിൽ കിട്ടും. ഗുരു നമുക്ക് 12 വർഷത്തിൽ ഒരിക്കലേ ശുഭത്വം പൂർണ്ണ ഉച്ചം വരുള്ളൂ. സ്ഥാനബലം ഉണ്ടല്ലോ അതിൻ്റെ കൂടെ. അപ്പോൾ ലഗ്നത്തിൽ ഇത് ദിഗ്ബലമാണ്. ഗുരു അവിടെ വരുമ്പോൾ ലഗ്നത്തിൽ ഏറ്റവും നിൽക്കേണ്ട ഗ്രഹം ആരാണ്? തീർച്ചയായിട്ടും ഗുരുവാണ്. ഗുരുവിന് എന്തൊക്കെ ഗുണമുണ്ട്? ഗുരുവിന് സ്ഥാനബലത്തിനേക്കാൾ ഉപരി ലഗ്നത്തിൽ വന്നാൽ, ഏത് ലഗ്നമാണെങ്കിലും മേടം മുതൽ 12 ലഗ്നങ്ങളിലും ഗുരു നിന്ന് കഴിഞ്ഞാൽ ദിഗ്ബലം എന്ന് പറയുന്ന ഒരു പ്രധാന ബലം വരും. ഒരു ദിഗ്ബലം, ഏത് ഗ്രഹത്തിനും ദിഗ്ബലം ഉണ്ടെങ്കിൽ സ്ഥാനബലത്തിൽ ഒരു ക്ഷേത്രത്തിൽ നിൽക്കുന്ന എത്ര ബലമുണ്ടോ അതേ ബലം തന്നെ ദിഗ്ബലത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് കണക്കാക്കണം. അപ്പോൾ ഗുരു ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഗുരു ദിഗ്ബലം വരും. 2 ഗ്രഹങ്ങൾക്കാണ്, ബുധനും ഗുരുവിനും. അത് തന്നെ പ്രധാനി ഗുരുവാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഗുരു ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഗുരുവിന് എന്ത് വരും? ദിഗ്ബലം വരും. ദിഗ്ബലം വന്നു കഴിഞ്ഞാൽ മീനത്തിലും ധനുവിലും നിൽക്കുന്ന അതേ ഫലം നമുക്ക് ആ ഗുരുവിനെ കൊണ്ട് പറയണം. അതാണ് ലഗ്നഗുരു എന്നതിൻ്റെ പ്രാധാന്യം. ലഗ്നഗുരു എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമുക്കറിയാം, ഗുരുവിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ? നമ്മുടെ മൊത്തം ഗ്രഹങ്ങളുടെ, എല്ലാ ഗ്രഹങ്ങളുടെയും കൂടി ഈ മാസിൻ്റെ 2.5 ഇരട്ടി മാസ് ഈ ഗുരുവിന് ഒറ്റയ്ക്കുണ്ട്. അത്ര ശക്തനായ ഒരു ഗ്രഹമാണ്. അതിലും ഹീലിയവും ഹൈഡ്രജൻ തന്നെയാണ് ഗുരുവിൽ അടങ്ങിയിരിക്കുന്നത്. സൂര്യനിൽ അടങ്ങിയിരിക്കുന്ന അതേ വാതക ഭീമന്മാർ തന്നെയാണ് ഈ ഗുരുവിൽ അടങ്ങിയിരിക്കുന്നത്. മാസ് വളരെ കുറഞ്ഞതുകൊണ്ടാണ് അത് ഗ്രഹമായിട്ട് നിലനിൽക്കുന്നതെന്നാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട നക്ഷത്രം എന്നൊക്കെയാണ് ഗുരുവിനെ കുറിച്ച് പറയുക. നഷ്ടപ്പെട്ട നക്ഷത്രം, അതായത് അത്ര മാസില്ല. ഇപ്പോഴുള്ള ഗുരുവിൻ്റെ ഒരുപാട് മാസ് കൂടുതൽ വേണം. 85, 70, 80% അധികം വരുമ്പോഴാണ്. മാസ് ഇല്ലാത്തതുകൊണ്ടാണ് നക്ഷത്രമാ. പക്ഷേ ഈ ഗുരുവിനെയാണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് പണ്ട് മുതലേ കാണാൻ പറ്റിയിരുന്നത് എന്നുള്ളതാണ്. പണ്ട് മുതലേ നമ്മൾ ഗുരുവിനെ, വളരെ വിസിബിളായിരുന്നു ഗുരു. ചന്ദ്രനെ പോലെ ആകാശത്ത് നമുക്ക് നന്നായി കാണാൻ പറ്റുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ഗുരു ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ വളരെയധികം വിശേഷമാണ്. ഏത് ലഗ്നമായാലും ലഗ്നത്തിലെ ഗുരു പ്രധാനിയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ മേടലഗ്നത്തിന് 9ാം ഭാവാധിപനാണ് ഗുരു. മേടലഗ്നത്തിന് ആദ്യം ഗുരുവിനെ തന്നെ എടുത്തു ഞാൻ. ഗുരു ശുഭായതുകൊണ്ട് ഓരോ ഗ്രഹങ്ങളെയും നമുക്ക് എടുക്കാം. മേടലഗ്നത്തിന് 9ാം ഭാവാധിപൻ, അതുപോലെ തന്നെ 12ാം ഭാവാധിപനായ ഗുരു ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ 5, 7, 9 ഭാവങ്ങളിലേക്ക് നോക്കിയിട്ട് വിശേഷമായിരിക്കും. ലഗ്നത്തിൽ ഗുരു അതിവിശേഷമായിരിക്കും. ഒറ്റയ്ക്ക് നിൽക്കണം. ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം ഗ്രഹത്തിൻ്റെ ഒറ്റയ്ക്കുള്ള സ്ഥിതിയാണ്. ആ ഗുരുവിനെ ഒരു ശനി ദൃഷ്ടിയോ, അല്ലെങ്കിൽ ആ ഗുരുവിനെ ശനി നേർക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ, 7ാം രാശിയിൽ ശനി നിന്ന് ഗുരുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ശക്തി മൊത്തം പോയി. ഗുരുദശയിൽ ഒരു ഗുണവും ചെയ്യില്ല, ശനിദശയിൽ നന്നാവും ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഗുരു ഉച്ചം ചെയ്താൽ പോലും 7ൽ ശനി ഉണ്ടെങ്കിൽ ആ ഗുരുവിന് ശക്തി ഉണ്ടാവില്ല. ഗുരുവിന് ശനി ദൃഷ്ടി നേരെ വന്നു കഴിഞ്ഞാൽ ശനി ബലവാനാവും, ഗുരു ബലം പോകും. ശനി ദൃഷ്ടി വന്നുകൂടാ. കാര്യം അത് മൊത്തം വലിച്ചെടുക്കും. ശനി ഏറ്റവും അടുത്തുള്ള ഗ്രഹം കൂടിയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം.
അപ്പോൾ ഗുരു ഒറ്റയ്ക്ക് നിന്നാൽ, പാപനില്ലാതെ ഗുരു നിന്നാൽ മേടലഗ്നക്കാർക്ക് അതിവിശേഷമാണ്. കാര്യം 1, 5, 9 ഭാവങ്ങളിലേക്ക് നിന്ന് ആ ദശ കൃത്യമായ ഒരു 25 വയസ്സിന് ശേഷമൊക്കെയാണ് അദ്ദേഹത്തിന് ഒരു 16 വർഷം വരുന്നെങ്കിൽ അയാൾ വിശേഷപ്പെട്ട ജാതകമായിരിക്കും. ഈ ഒരൊറ്റ ഗുരു ലഗ്നബലം തന്നെ നമുക്ക് ആനയെപ്പോലെ വലുതാക്കും. നമുക്ക് ചെറിയ അടി എങ്ങനെയാണ് നമ്മൾ, എല്ലാവർക്കും പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാ പോസ്റ്റിലും, എല്ലാ പദവിയിലും, എല്ലാ ജീവിതത്തിലും പ്രശ്നമുണ്ട്. പക്ഷെ എങ്ങനെ മറ്റുള്ളവർ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് കഷ്ടപ്പാടാണെന്ന് തോന്നുന്നവർ ബുദ്ധിമുട്ടുന്നത്. സത്യത്തിൽ കഷ്ടപ്പാടാണെന്ന് തോന്നുന്നവരെക്കാൾ പ്രശ്നങ്ങളുണ്ടാവും നല്ലവർക്ക്, കഷ്ടപ്പാടില്ലാത്തവർക്ക്. പക്ഷെ അവർക്ക് ലഗ്നബലം ഉണ്ടായതുകൊണ്ട് അവരതിനെ ഈസി ആയിട്ട് ടൈം ടാർഗറ്റ് ചെയ്തിട്ട് മറികടന്ന് പോവുകയാണ്. സത്യത്തിൽ ലഗ്നത്തിലെ ഗുരു തരുന്നത് ആനയെപ്പോലെ ശക്തിയാണ്. ലഗ്നത്തിൽ ഗുരു ഉള്ള ഒരാൾ വളരെ ശക്തനായിരിക്കും, നല്ല ബലവാനായിരിക്കും. നല്ല ദശകൾ കൂടി വന്നു കഴിഞ്ഞാൽ വിശേഷമായിരിക്കും. നല്ല ദശകൾ വരണം. ഈ ഗുരു 25 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ വളരെ വിശേഷമായിരിക്കും ഗുരുദശ. നല്ല ദശകൾ വരിക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മേടത്തിന് ഇടവത്തിൽ ഗുരു വന്നാലോ, ഇടവത്തിന് ഗുരു നന്നല്ല, അഷ്ടമാധിപനാണ്. പക്ഷേ ലഗ്നത്തിൽ നിന്നാൽ ദിഗ്ബലം ചെയ്യും. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. പക്ഷെ ദശ വരുമ്പോൾ ദിഗ്ബലം ചെയ്താൽ എന്ത് സംഭവിക്കും? ലഗ്നത്തിൽ ഗുരു നിന്ന് അഷ്ടമാധിപത്യവും 11ാം ഭാവാധിപത്യവും വഹിച്ച ഗുരു ഇടവ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ, ഇടവത്തിൻ്റെ രാശിയിൽ ലഗ്നമായി വരുന്നവർക്ക് ലഗ്നത്തിൽ ഗുരു നിന്ന് കഴിഞ്ഞാൽ അഷ്ടമാധിപത്യ ഫലം തരില്ല. കാര്യം അഷ്ടമത്തിൻ്റെ 6ൽ നിൽക്കുന്ന ഗുരുവാണ്. അഷ്ടമഭാവം ഏതാണ്? ധനു. ധനുവിൻ്റെ 6ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, 6ലോ ഒരു ഭാവത്തിൻ്റെ 6ലോ 8ലോ 12ലോ നിൽക്കുന്ന ഗ്രഹങ്ങളെ ആ ഭാവബലത്തിൻ്റെ വിപരീതമാണ് ചെയ്യുക. 8ാം ഭാവത്തിൻ്റെ വിപരീതം പറഞ്ഞാൽ ഗുണം ചെയ്യും. 8ാം ഭാവം ദോഷം ചെയ്യേണ്ട ഭാവമാണ്. അവിടെ വിപരീത ഫലം ചെയ്യും. അപ്പം ലഗ്നത്തിൽ നിൽക്കുന്ന ഗുരു ഇടവ ലഗ്നത്തിൽ നിന്നിട്ട് ദശ നടത്തിയാൽ 11ാം ഭാവബലമാണ് തരിക, 8ാം ഭാവബലം തരില്ല. മിഥുന ലഗ്നക്കാർക്ക് 7ാം ഭാവാധിപനും 10ാം ഭാവാധിപനുമാണ്, മാരകനാണ്. ദിഗ്ബലം ചെയ്ത് ലഗ്നത്തിൽ നിന്നാൽ ദിഗ്ബലം ചെയ്ത് വിശേഷ ബലം ഉണ്ടാവും. ശ്രദ്ധിക്കണം, വേറെ ഏതെങ്കിലും ഒരു പാപത്തോ ബന്ധം അതിന് വന്നില്ലെങ്കിൽ കേന്ദ്രാധിപത്യ ദോഷം ചിലപ്പോൾ ഒരു ശുഭത്വം കൂടിയാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അമൃത് അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ തന്നെ ചില സമയങ്ങളിൽ ശുഭത്വം വർദ്ധിച്ചു കഴിഞ്ഞാൽ കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറയുന്ന ഒരു ദോഷം വരും. 7ലൊക്കെ നിൽക്കുമ്പോഴാണ് കൂടുതൽ. ഇവിടെ ശത്രുക്ഷേത്ര സ്ഥിതനാണ്, എന്നാലും ദിഗ്ബലം ചെയ്ത് ഗുരു ബലവാനായി 7ലേക്ക് നോക്കി നിൽക്കുന്ന ആ ദശ നടത്തുന്ന സമയത്ത് ചില സമയത്ത്, അപൂർവം ചില സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതല്ലെങ്കിൽ മിഥുനത്തിലെ ഗുരുവും ദോഷം ചെയ്യില്ല. രണ്ടും 7ാം ഭാവാധിപത്യവും തരും, 10ാം ഭാവാധിപത്യവും തരും. പക്ഷെ ചെറിയൊരു പൊടിക്ക് കേതു ആരെങ്കിലും കൂടെയുള്ളത് നല്ലതാണ്. കർക്കിടകത്തിൽ ഗുരു നിന്ന് കർക്കിടക ലഗ്നക്കാർക്ക് വളരെ വിശേഷമാണ്. അതായത് ശ്രീരാമചന്ദ്രൻ അങ്ങനെയാണല്ലോ, നമ്മൾ കേട്ടിട്ടുണ്ടാവും. ലഗ്നത്തിൽ കർക്കിടക ലഗ്നക്കാർക്ക് വിശേഷമായ 9ാം ഭാവത്തിലേക്ക് നോക്കും. മേടലഗ്നക്കാരേക്കാൾ ബലമാണ്. കാര്യം മേടലഗ്നത്തിന് ചൊവ്വയ്ക്ക് 9, 5, 7, 9 നിൽക്കുന്ന പോലെ തന്നെ കർക്കിടകത്തിൽ ചന്ദ്രന്റെ രാശി, ഇവരൊക്കെ ബന്ധുക്കളാണ്. ചൊവ്വ, ചന്ദ്രൻ, സൂര്യൻ ഗുരുവിന്റെ ബന്ധുക്കളാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ വീട്ടിൽ ഉച്ചരാശിയിൽ നിന്ന്, മേടം എന്ന് പറയുമ്പോൾ ഉച്ചരാശിയല്ല, ഇവിടെ ഉച്ചരാശിയിൽ നിന്ന് ലഗ്നത്തിൽ നിന്ന് 5നും 7നും 9നും നോക്കും. അവിടെയും ഒരു കാര്യമുണ്ട്, ഗുരു അത്യുച്ച ആവരുത്, ഒന്നുകിൽ ഉച്ചം കഴിയണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഭാവത്തുള്ളത് നല്ലതാണ്. കാര്യം അതീവ ഉച്ചം വന്ന് ചന്ദ്രന്റെ ദൃഷ്ടിയൊക്കെ കൂടുതൽ വരികയാണെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട്. കാര്യം ഈ ഗുരു ലഗ്നത്തിൽ വരുന്നവർക്ക് സാമർത്ഥ്യം കുറവായിരിക്കും. അതും ഇതിൻ്റെ ഇടയിൽ പറയാം. ഗുരു ലഗ്നത്തിൽ വന്നു എന്നതുകൊണ്ട് സമർത്ഥനാണെന്ന് വിചാരിക്കരുത്. പാവപ്പെട്ടവനായിരിക്കും, പാവമായിരിക്കും അവന് അതായത് എല്ലാവരെയും ദയയോടുകൂടിയും അനുകമ്പയോടുകൂടിയും നമ്മൾ എന്താ പറയുക, ഒരു അസൂയയില്ലാതെ എല്ലാവരും സ്നേഹത്തോടു കൂടിയും വീക്ഷിക്കുന്നവരായിരിക്കും ലഗ്നത്തിൽ ഗുരുവുള്ളവർ. അവർക്ക് അസൂയോ കുനിഷ്ടോ അല്ലെങ്കിൽ മറ്റു ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല, പരദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. പരദോഷങ്ങളൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കും ഗുരു ലഗ്നത്തിൽ ശുഭത്വം ചെയ്തു നിന്നാൽ. അതാണ് പ്രത്യേകത. ഇവരെയാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുക. അപ്പോൾ ഈ ലവ് ഫെയിലിയർ ഉണ്ടാവുക, ഇതെല്ലാം ഗുരു ലഗ്നത്തിൽ നിൽക്കുന്നവർക്ക് സംഭവിക്കാം. അതിന് കാരണം എന്താണ്? ഇവർ പറ്റിക്കപ്പെടും, കളങ്കമില്ലാത്തവരായിരിക്കും. അധികം കളങ്കമില്ലാത്തവരാണ് ലഗ്നത്തിൽ ഗുരു ഒറ്റയ്ക്ക് നിന്നാൽ. അപ്പോൾ കർക്കിടക ലഗ്നത്തിന് ഗുരു ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ സത്യസന്ധനായിരിക്കും, ധർമ്മിഷ്ഠനായിരിക്കും. ഈ ധർമ്മം ഒരു പക്ഷേ ചില സമയത്ത് ഇയാളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. പക്ഷേ ഗുരു നിന്ന് കഴിഞ്ഞ് മറ്റ് ഗ്രഹങ്ങളൊക്കെ സപ്പോർട്ടീവായിട്ട് സൂര്യൻ 10ൽ നിന്ന് വളരെ ശക്തനായിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ ഇയാൾ അതിനെയൊക്കെ ജയിച്ച് മുന്നേറി വരും ചെയ്യും. പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇയാൾ സത്യസന്ധനായിരിക്കും. ഇന്നത്തെ സമൂഹത്തിൽ സത്യസന്ധനം ജീവിക്കാനായിരിക്കും ഏറ്റവും റിസ്ക്. അപ്പോൾ അതുപോലെ സൂര്യൻ ചിങ്ങലഗ്നത്തിന്, കർക്കിടക ലഗ്നം കഴിഞ്ഞാൽ ചിങ്ങലഗ്നത്തിൽ ഗുരു എന്തായിരിക്കും? ചിങ്ങലഗ്നത്തിൽ ഗുരു നിന്നാലും
ഗുരു അതൊക്കെ യോഗകാരകനാണ്. ഇപ്പോൾ മേടലഗ്നത്തിന് 9ാം ഭാവാധിപൻ യോഗകാരകനാണ്, കർക്കടക ലഗ്നത്തിന് 9ാം ഭാവാധിപൻ യോഗകാരകനാണ്. അതേസമയം തന്നെ ചിങ്ങലഗ്നത്തിന് യോഗകാരകനാണ് 5ലേക്ക് ദൃഷ്ടി ചെയ്തിട്ട് 5ാം ഭാവാധിപനാണ്. അപ്പോൾ ചിങ്ങലഗ്നത്തിന് 5ാം ഭാവാധിപനും 8ാം ഭാവാധിപനുമാണ്. 5ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ചിങ്ങ ലഗ്നത്തിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ചിങ്ങലഗ്നത്തിൽ നിൽക്കുന്ന ഗുരു അതീവ ശുഭനായിരിക്കും. അപ്പം ലഗ്നത്തിൽ ദിഗ്ബലം കൊടുക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും യോഗകാരകനും കൂടി ആണെങ്കിൽ അതിൻ്റെ ഗുണം കൂടി ചേർന്ന് വരും. അതാണ് മേടത്തിലും കർക്കടകത്തിലും ചിങ്ങത്തിലും നിൽക്കുന്ന ഗുരുവിനുള്ള പ്രാധാന്യം. അതേസമയം കന്നിയിൽ വരുമ്പോൾ ഗുരു നിന്ന് കഴിഞ്ഞാൽ ദിഗ്ബലമുണ്ട്, ഗുരു ശുഭനായിരിക്കും, ദിഗ്ബലമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, വളരെ വിശേഷമായിരിക്കും, ഗുരുദശ നന്നാവുകയും ചെയ്യും. 4-7 ഭാവാധിപനാണ്. ത്രികോണ 4-7 2 കേന്ദ്രാധിപത്യം ഉണ്ട്. പക്ഷെ കേന്ദ്രാധിപത്യ ദോഷം വരും. എങ്ങനെ വരും? ഗുരു ഒറ്റയ്ക്ക് ശുഭനായി നിന്നാൽ മാത്രമേ വരുള്ളൂ. അതിശക്തനായി ഗുരു ഒറ്റയ്ക്ക് ശുഭനായി നിന്നാൽ എന്തെങ്കിലും ഒരു പാപന് കൂടെ ഉണ്ടെങ്കിൽ ആ ദോഷം തീരും. ചന്ദ്രൻ ശുഭത്വം ചെയ്ത് നോക്കരുത്. പാപത്തുള്ള ഏതെങ്കിലും ഒരു ഗ്രഹം അവിടെ നോക്കുക, ഒന്നുകിൽ 7ൽ നിന്ന് നോക്കുക, അല്ലെങ്കിൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കേതുവിനെ പോലുള്ള ഗ്രഹങ്ങൾ, അല്ലെങ്കിൽ സൂര്യൻ മൗഢ്യം ചെയ്യാതെ സൂര്യൻ കുറച്ച് ദൂരം വിട്ട് നിൽക്കണം. ശനിയൊക്കെ ആണെങ്കിൽ 12 ഡിഗ്രി 16 ഡിഗ്രിയുടെ അപ്പുറത്ത് നിൽക്കണം, അല്ലെങ്കിൽ ഈ ഗുരു കെട്ടുപോകും. അതുപോലെ തന്നെ തുലാം ലഗ്നക്കാർക്ക് 6ാം ഭാവാധിപനാണ്. 6ാം ഭാവാധിപനാണ്, 3-6 ഭാവാധിപനാണ് ഒരു ഗുരു. പക്ഷേ തുലാ ലഗ്നക്കാർക്ക് 6ാം ഭാവത്തിൻ്റെ അഷ്ടമമായിട്ടാണ് തുലാത്തിലെ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞ് സംഭവിക്കുക. അതായത് 6ാം ഭാവ ബലം തരില്ല, 3ാം ഭാവ ബലം മാത്രമേ തരുള്ളൂ. 3ന്റെ 11ലാണ്. അപ്പം ലഗ്നത്തിൽ തുലാത്തിൽ നിന്നാലും ഗുരു നിന്നാൽ അതാണ് ദിഗ്ബലം എന്ന് പറയുന്നത്, ദോഷം വരില്ല. അത് കഴിഞ്ഞ് വൃശ്ചിക ലഗ്നക്കാർക്ക് പിന്നെ 5ാം ഭാവാധിപനാണ്, 2-5 ഭാവാധിപനാണ്. ലഗ്നത്തിൽ നിന്നാൽ 5ലേക്ക് ത്രികോണത്തിലേക്ക് നോക്കും. ഏതും ത്രികോണത്തിന്റെ ലക്ഷ്മീനാഥനാണ് ഈ വ്യാഴം. ലക്ഷ്മി ഭാവങ്ങളാണ് ത്രികോണ ഭാവങ്ങൾ. ലക്ഷ്മി ഭാവങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ വിശേഷം 1, 5, 9. 1, 5, 9 എന്ന് പറയുന്നത് വളരെ വളരെ പഠിക്കാനുള്ള ഒരു വിഷയമാണ്. ഒരുപാട് വിശേഷം, ഒരേ നക്ഷത്രങ്ങളായിരിക്കും, ഒരുപാട് കാര്യങ്ങളുണ്ട് 1, 5, 9. ത്രികോണ ഭാവങ്ങളുടെ പ്രധാനം അത് ധർമ്മ അർത്ഥ കാമ മോക്ഷം എന്ന് പറയും. 1, 5, 9 ധർമ്മ ത്രികോണമെന്നും, 2, 6, 10 ധർമ്മ കർമ്മ ത്രിമുകോണെന്നും, 3, 7, 11 കാമ ത്രികോണമെന്നും, 4, 8, 12 മോക്ഷ ത്രികോണം. അങ്ങനെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള വിഷയങ്ങളാണ്. അത് നമ്മൾ കുറച്ചുകൂടി പോകുമ്പോൾ നമുക്ക് ഉള്ളിൽ പോകുമ്പോൾ മനസ്സിലാവും. അതുപോലെ നമ്മൾ വൃശ്ചികത്തിൽ നിന്ന് കഴിഞ്ഞാൽ ദിഗ്ബലം ചെയ്തിട്ട് ഗുരു അതീവ ശക്തനായി ബന്ധുക്ഷേത്രത്തിൽ വളരെ ബലവാനായി നിന്ന് കഴിഞ്ഞാൽ 5ലേക്ക് നോക്കി 5ാം ഭാവത്തിന് അതീത ശുഭത്വം കൊടുക്കും. 5, 7, 9 ഭാവങ്ങൾക്ക് ശുഭത്വം കൊടുത്ത് വളരെ വിശേഷമായിട്ടുള്ള സ്ഥിതിയിൽ നിൽക്കും. അത് ധനുർലഗ്നാണെങ്കിലോ ലഗ്നത്തിന് ലഗ്നാധിപൻ നിന്ന് അതീവ ശുഭനായി. അവിടെയും കേന്ദ്രാധിപത്യ ദോഷം വരും, ചില സമയത്ത് കേന്ദ്രാധിപത്യ ദോഷം വരും. കാര്യം വ്യാഴദശയിലാണ് അത് വരികയാണെങ്കിൽ തന്നെ വ്യാഴദശയിലാണ് വരിക. ശ്രദ്ധിക്കേണ്ടത് നമ്മളതാണ്. അതീത ശുഭനായി ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് വരുള്ളൂ. ഏതെങ്കിലും ഒരു പാപന്റെ ദൃഷ്ടി യോഗം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസലാവും. കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറയുന്നത് അതീത ശുഭത്വം കൊണ്ട് വരുന്നതാണ്. അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ ലഗ്നത്തിൽ ഗുരുന്ന അതീവ ശുഭത്വം വന്നു കഴിഞ്ഞാൽ മാത്രമേ കേന്ദ്രാധിപത്യ ദോഷം വരുള്ളൂ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. വ്യാഴത്തിൻ്റെ കേന്ദ്രാധിപത്യ ദോഷം നല്ല ദോഷം തന്നെയാണ്. പക്ഷെ 10,000-ൽ ഒരാൾക്കോ 1,00,000-ൽ ഒരാൾക്കോ സംഭവിക്കുള്ളൂ. കാര്യം അതീത ശുഭത്വം എന്ന് പറഞ്ഞാൽ വേറെ ഒരു കലർപ്പും ഉണ്ടാവാൻ പാടില്ല. എന്തെങ്കിലും ഒരു വിഷത്തുള്ളി അല്ലെങ്കിൽ ഒരു പാപഗ്രഹത്തിൻ്റെ ദർശനം, ദൃഷ്ടി, അല്ലെങ്കിൽ യോഗം, അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഗുരുവിന് ഇതിൻ്റെ കേന്ദ്രാധിപത്യ ദോഷം പോകും, അത് സംഭവിക്കില്ല. മകരലഗ്നക്കാർക്ക് ഗുരു ലഗ്നത്തിൽ നിന്നാലോ 3ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമാണ്. ഗുരു ദിഗ്ബലം ചെയ്ത് അവിടെ നീചനായാൽ പോലും ദിഗ്ബലം ചെയ്യുമ്പോൾ സ്ഥാനബലത്തിന് തുല്യമാണെന്ന് പറഞ്ഞു. ഏത് ഗ്രഹവും ദിഗ്ബലം ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന അത്രയും ബലം തരും എന്ന് പറഞ്ഞു. അതാണ് ദിഗ്ബലം എന്ന് പറയുന്നത്. ഒരു ദിവസത്തെ പരിക്രമണ ഫലമായിട്ടുണ്ടാവുന്ന ഒരു ദിവസത്തിൻ്റെ സ്പെഷ്യൽ ബലമാണ്, അന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ ഓരോ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ പറയില്ലേ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്ന പോലെ ഓരോ ഗ്രഹങ്ങൾക്കും ദിഗ്ബലം ചെയ്യുന്നത് അന്നത്തെ സ്പെഷ്യലാണ്, ആ ദിവസം ഉണ്ടാവുന്ന സ്പെഷ്യലാണ്. സ്ഥാനബലം എന്ന് പറയുന്നത് ആ ഗ്രഹത്തിന്റെ മൊത്തത്തിലുള്ള ഭ്രമണപരമായിട്ടുണ്ടാവുന്ന സ്പെഷ്യലാണ്. അതായത് ഗുരു 12 വർഷത്തിൽ ഒരിക്കലേ എന്ത് സംഭവിക്കുള്ളൂ? സ്ഥാനബലം കൊണ്ട് ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സ്വന്തം ക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലൊക്കെ വരുള്ളൂ. പക്ഷെ ദിഗ്ബലം ഓരോ ദിവസവും വരും. ലഗ്നം രാവിലത്തെ രാശിയിൽ ഗുരു നിൽക്കുന്ന രാശിയിൽ ജനിച്ചാൽ മതി, അല്ലെങ്കിൽ ഗുരു ലഗ്നത്തിൽ നിൽക്കുന്ന സമയത്ത് ജനിച്ചാൽ മതി. ദിഗ്ബലായി സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ഫലം കിട്ടും. അപ്പം മകരരാശിയുടെ പറഞ്ഞു. കുംഭരാശിയിൽ നിന്ന് കഴിഞ്ഞാൽ, കുംഭത്തിൽ ഗുരു നിന്ന് കഴിഞ്ഞാൽ
2-11 ഭാവാധിപനായ ഗുരുവാണ്. 2-11 ഭാവാധിപനാണ്. 2ാം ഭാവബലം കിട്ടില്ല, കാര്യം 2ന്റെ 12ലാണ്, 2ാം ഭാവമല്ല. 11ാം ഭാവബലം മാത്രം കൊടുത്തുകൊണ്ട് കുംഭത്തിൽ നിൽക്കും. ദിഗ്ബലം ചെയ്ത് അതീവ ഗുണമായിരിക്കും. ഗുരു എന്ത് തന്നെയാണെങ്കിലും ലഗ്നത്തിൽ നിന്നാൽ, ഒറ്റയ്ക്ക് നിന്നാൽ ഗുണമാണ്. അല്ലെങ്കിൽ ഗുണമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഗുരു ഒറ്റയ്ക്കല്ല എന്നർത്ഥം. മീനത്തിൽ ഗുരു നിന്നു, മീനത്തിൽ ഗുരു നിന്നാലോ സ്വന്തം ക്ഷേത്രത്തിലാണ്, അതീവ ശക്തനായി ബലവാനായ ഗുരുവാണ്. ഏറ്റവും ബലവാനായിട്ട് നിൽക്കുന്ന ഗുരു തന്നെയായിരിക്കും. ആ ഗുരുവിന് കേന്ദ്രാധിപത്യ ദോഷം ഞാൻ പറഞ്ഞു ഈ 4 കേന്ദ്രങ്ങളിൽ മാത്രം വരുമ്പോൾ, അതായത് ഗുരുവിൻ്റെ വീടുകളിലും അതുപോലെ ബുധൻ്റെ വീടുകളിലും വരുന്ന സമയത്ത് മാത്രം കേന്ദ്രാധിപത്യ ദോഷം, അതീത ശുഭത്വം. പ്രധാനമായിട്ടും ഗുരുവിൻ്റെ വീട്ടിൽ വരുമ്പോഴേ വരുള്ളൂ, ബുധൻ്റെ വീട്ടിൽ വരില്ല. അതായത് കന്നി മിഥുനത്തിന് പോലും വരില്ല. കന്നി മിഥുനത്തിൽ വരുന്ന എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നിയുടെ 7ൽ നിൽക്കുക, ബുധൻ്റെ 7ൽ, അതായത് ഗുരു സ്വന്തം വീട്ടിൽ നിൽക്കണം. ദിഗ്ബലത്തിൽ നിന്നാൽ പോരാ. ദിഗ്ബലം വന്നിട്ട് കേന്ദ്രാധിപത്യ ദോഷം തരില്ല, സ്ഥാനബലം വേണം. സ്ഥാനബലം പറയുന്നത് സ്വക്ഷേത്രത്തിൽ, അതായത് ധനുരാശിക്കും മീനൻ രാശിക്കുമാണ് ഗുരു വന്നിട്ട് കേന്ദ്രാധിപത്യ ദോഷം തരിക, അല്ലാതെ മറ്റ് 2 രാശികൾക്കും തരില്ല. ഇത് ലഗ്നത്തിലായാലും തരും. ഇവർ 7ൽ നിന്നിട്ട്, ഇപ്പോൾ മിഥുന ലഗ്നത്തിന്റെ 7ൽ ഗുരു ധനുവിൽ നിന്നു, അങ്ങനെയാണെങ്കിലും വരും. അപ്പം അങ്ങനെയാണ് കേന്ദ്രാധിപത്യ ദോഷം. അത് കേന്ദ്രത്തിൽ, അതായത് സ്വന്തം വീട്ടിൽ നിന്ന് ബലം ചെയ്യണം. അതീത ബലം എന്നാണ് പറഞ്ഞത്. ബുധന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ശത്രുക്ഷേത്രത്തിലാണ് ആ ബലമില്ല. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിസ്റ്റേക്കാണ്. ബുധന്റെ വീട്ടിലല്ല ഗുരുവിന് കേന്ദ്രാധിപത്യ ദോഷം വരിക. ഗുരുവിന്റെ വീട്ടിൽ തന്നെ നിന്ന് ലഗ്നം തരുമ്പോഴാണ്, അല്ലെങ്കിൽ ഗുരുവിന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് 7ാം ഭാവം ലഗ്നമായിട്ട് വരുമ്പോൾ മാത്രമാണ് കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറയുന്നത്. അപ്പോൾ മീനത്തിൽ നിന്നാൽ എന്ത് പറ്റും? മീനത്തിൽ നിന്നാലും ഗുരു അതീത ശുഭനാവും, പക്ഷെ കേന്ദ്രാധിപത്യ ദോഷം. 2 ലഗ്നങ്ങൾക്കേ കേന്ദ്രാധിപത്യ ദോഷം വരുള്ളൂ. അത് എടുത്തു പറയാണ് മീനത്തിനും ധനുവിനും. മീനത്തിലും ധനുവിലും ഗുരു ഒറ്റയ്ക്ക് വന്ന് വേറെ ഗ്രഹങ്ങളുടെ ഒരു കലർപ്പും ഇല്ലാതെ ശുഭത്വം വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് കേന്ദ്രാധിപത്യ ദോഷം വരും. അതേസമയം ഇതില് നമ്മുടെ ബുധന്റെ ക്ഷേത്രങ്ങളായിട്ടുള്ള കന്നിയിലും മിഥുനത്തിലും ലഗ്നമായി വന്ന് ഗുരു 7ൽ നിന്നാലും കേന്ദ്രാധിപത്യ ദോഷം വരും. അങ്ങനെ വരിക. ഗുരുവിന് സ്ഥാനബലം വേണം. ഗുരു അല്ലാതെ ശത്രുക്ഷേത്രത്തിൽ നിന്നാൽ പറ്റില്ല. ഒരു ഗ്രഹം ബലം വരണമെങ്കിൽ തന്നെ ഉച്ചം, സ്വക്ഷേത്രം, ബന്ധുക്ഷേത്രം, അത്ര വരെയുള്ളൂ. ബന്ധുക്ഷേത്രം, സമക്ഷേത്രം വരെ. അത് താഴേക്ക് ശത്രു, നീചം, ഇതൊന്നും ഗ്രഹത്തിന് ബലം കുറയ്ക്കും. നീചത്തിനേക്കാൾ ബലം കുറയും ശത്രുക്ഷേത്രത്തിൽ ഒട്ടും ബലം ഉണ്ടാവില്ല. അപ്പൊ സ്ഥാനബലം കിട്ടണമെങ്കിൽ ഗ്രഹം ഉച്ചത്തിൽ കിട്ടണം, അല്ലെങ്കിൽ സ്വക്ഷേത്രം കിട്ടണം, അല്ലെങ്കിൽ അതിബന്ധുക്ഷേത്രം കിട്ടണം, അല്ലെങ്കിൽ ബന്ധുക്ഷേത്രം. ഇത്രയും വരെയാണ് ഗ്രഹത്തിന് ബലം കിട്ടുള്ളൂ. ശത്രുക്ഷേത്രമോ അല്ലെങ്കിൽ നീചക്ഷേത്രത്തിലൊന്നും ബലം ഉണ്ടാവില്ല. അപ്പോൾ ഗുരു ബലം ഉണ്ടാവുന്നത് ഏറ്റവും ശുഭത്വം കൂടെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലും 2ാമത് ധനു, മീനം രാശികളിലുമാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴേ എന്തുള്ളൂ? കേന്ദ്രാധിപത്യ ദോഷം വരുള്ളൂ. ബാക്കി എവിടെയും കേന്ദ്രാധിപത്യ ദോഷം വരില്ല. അപ്പോൾ അതുകൂടി ഇതിൽ പറയണു. തീർച്ചയായിട്ടും ഗുരുവിനെ കുറിച്ചും ലഗ്നം എന്നൊരു ഭാവത്തിൽ 12 ലഗ്നങ്ങളിലൂടെ ഗുരു നിന്നാലുള്ള ഒരു ഏകദേശ രൂപം നമുക്ക് ഈ 20 മിനിറ്റിൽ ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കൂടുതൽ ചെയ്യാം കുറച്ച് കഴിയുമ്പോൾ. ഇനി ഓരോ ആഴ്ചയിൽ നമുക്ക് ഓരോ ഗ്രഹങ്ങളിൽ ലഗ്നത്തിൽ നിന്നാൽ എന്നുള്ള ഫലത്തെക്കുറിച്ചും ചെയ്യാം.